അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് അങ്ങനെ നടൻ സിദ്ദീഖ് രാജിവെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സിദ്ദീഖിന് എതിരെ വളരെ വലിയ രീതിയിൽ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. ആരോപണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ആലോചിച്ചു പോവുകയാണ്. നമ്മൾ വളരെ വലിയ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് ഇഷ്ടത്തോടെ നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിരുന്ന ഇവരെയൊക്കെ അവരുടെ മുഖം മൂടികൾ വലിച്ചു കീറപ്പെടുമ്പോൾ ഇനിയും ആരൊക്കെ പുറത്തേക്ക് വരാനുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വളരെ ജെന്യൂനായിട്ടും വളരെ നമുക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഒരു ഒപ്പീനിയൻ തന്നത് ജഗദീഷ് മാത്രമാണ്. അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് അദ്ദേഹത്തിന്റെ ടോക്കിൽ ഒരു വ്യതിയാനം വരുന്നത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. ബാക്കിയുള്ള ആളുകൾ, അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ലാലേട്ടൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മമ്മൂക്ക, ഇവരൊക്കെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താണ് അവരിങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും സിദ്ദീഖ് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്, ഈ രാജിയിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടു കാണും. എങ്കിലും ഒന്നുകൂടെ കണ്ടു നോക്കുമ്പോൾ വളരെ വിഷമത്തോടെയും ദുഃഖത്തോടെയും മാത്രമേ ഒരു പെങ്ങളുള്ള എനിക്ക്, ഒരു സ്ത്രീ സഹോദരിയുള്ള, സ്ത്രീ സുഹൃത്തുക്കളുള്ള എനിക്ക് ഇവന്റെയൊക്കെ മുഖം മൂടി ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ രാജിവെച്ചത്. പക്ഷേ ഈ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് വലിയൊരു ആരോപണം വരുന്നു, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ മേ ബി രാജിവെച്ചത് ഒരു ആരോപണം വന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ നിരപരാധിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുന്നത്? ശക്തമായി പറഞ്ഞുകൂടെ? ധൈര്യമുണ്ടെ തെളിയിക്ക്, ഞാനത് ഏറ്റെടുത്തോളാം എന്ന് പറയാമായിരുന്നു. പക്ഷെ അതെങ്ങനെ അതുകൊണ്ട് പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷെ ആ പെൺകുട്ടി വളരെ സ്ട്രോങ് ആയിട്ടാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. രാജിക്ക് മുമ്പ് ഈ വിഷയത്തിന് ആസ്പദമായി പെൺകുട്ടി ധൈര്യത്തെ തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടു. എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത്, നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദീഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ, നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം. കാര്യം എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളുടെ പറഞ്ഞു, ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്നൊരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, you go and say to anyone. ഈ വിഷയം വന്നു, ഇത് ഇത്രത്തോളം കത്തി നിന്ന സമയത്ത് സിദ്ദീഖ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചിട്ടുണ്ട്. രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും രഞ്ജിത്തിനെതിരെ ആരോപണമായിട്ട് വന്ന ബംഗാളി വനിത, ആ ഒരു നടി പറഞ്ഞു, അദ്ദേഹം എന്നെ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടേ ഉള്ളെന്ന്. എന്തൊക്കെയാലും അണ്ണം കയറി രാജിവെച്ച് ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സിനിമയിലുള്ള ആളുകളുടെ മൊത്തം മുഖംമൂടികൾ ഓരോന്നായിട്ട് ഓരോ ദിവസം വലിച്ചു കയറി വരുമ്പോൾ വലിയ ദുഃഖം ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കാര്യം പുതിയ പിള്ളേരൊക്കെ വരട്ടെ. കുറെ പേരൊക്കെ, കുറെ വല്യപ്പന്മാരൊക്കെ കയറി പലയിടത്തും വരുന്നില്ല. ഇനി അവർക്ക് ഇറങ്ങി കൊടുത്തിട്ട് പുതിയ പിള്ളേർ സിനിമയിലേക്ക് വരട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ. കലയെ കലയായിട്ട് കാണണം. കലയെ കാമമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഈ പ്രശ്നം പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ പറ്റിപ്പോയത്. ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ പ്രതികരണം ഉണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ എല്ലായിടത്തും ബാൻ ചെയ്യണമെന്നാണ് ഈ പറയുന്ന നടനെ. കാര്യം അത്രത്തോളം ആ പെൺകുട്ടിയുടെ ടോക്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ സ്ട്രോങ് ആണ്. അവർ പറയുന്നുണ്ട് എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ പലരും ആ പെൺകുച്ചിനെ പലതും പറയും. പക്ഷെ അത് അനുഭവിച്ചത് അതിന് മാത്രം അറിയാം. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പോലും പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത്രയും കാലം വൈകി? നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരാൾ ഒരു ട്രോമയിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അതിന് രക്ഷപ്പെടാൻ പല സിറ്റുവേഷൻ ഉണ്ട്. ഒരാൾ പിന്നെയും പോയി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം നമുക്കത് അവർ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ ഒരാൾ പെട്ടിരിക്കുകയാണെങ്കിൽ അത് പറയാൻ ചിലപ്പോൾ കാലങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. പെൺകുട്ടി തുറന്നു പറഞ്ഞു. ആ ഒരു രാജിക്ക് ശേഷം ആ പെൺകുട്ടിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. മാത്രമല്ല ഒരാൾ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ വേറൊരാൾ കൂടി വന്നിട്ടുണ്ട്. അയാളുടെ വിഷയം എന്തായാലും പറയാം. ഞാൻ ഇതാണ്ട് ഇപ്പൊ ആ പെൺകുട്ടി പറയുന്നത് രാജിക്ക് ശേഷം അദ്ദേഹം പെൺകുട്ടി പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ.
രാജിവെച്ചു, അയാൾ വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിന് മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇതെന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതി ഒക്കെ പിടിച്ചു പറ്റാനുള്ളൊരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ എലമെന്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്, എന്നെ പോലെ പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട്. എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം നമ്മളെപ്പോലെ 100,000 സർവൈവേഴ്സിന്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് അത്രത്തോളം രോഷമുണ്ട്, അത്രത്തോളം വിഷമമുണ്ട്. ഒരു പെൺകുട്ടി ആ ഒരു പ്രായം ഏജ് പോലും എത്തുന്നതിന് മുമ്പ് അത് അനുഭവിക്കേണ്ടി വന്ന വിഷയങ്ങൾ ഇപ്പൊ തുറന്ന് പറയേണ്ടി വരുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. മാത്രമല്ല വേറെ ഒരാളുടെ പേര് കൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. അടിച്ചു കയറി വാ, അടിച്ചു കയറാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു. ഫോണിൽ ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പെൺകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം ആരാണ് ആൾ. അടിച്ചു കയറി വാ, കുറച്ച് നാൾ എവിടെ ഇല്ലാതെ പോയി കിടന്ന് ജിമ്മ് അടിച്ചോടെ കിടന്ന മനുഷ്യൻ അടിച്ചു കയറി വാന്ന് പറഞ്ഞ് വൈറലായി കഴിഞ്ഞ് തന്നെ മനുഷ്യൻ ഈ പണി കിട്ടുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലും ചെറിയൊരു ദുഃഖം ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആരാണ് അടിച്ചു കയറി വാ കേൾക്കാം. കാര്യങ്ങൾ അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിന് ശേഷം പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാള് വൃത്തിയോടെ ഇങ്ങനെ അയച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷേ അങ്ങനെയല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡ് ആയിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. അടിച്ചു കയറി വാ സിദ്ദീഖ് മാറി എന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് ഒറ്റയ്ക്കാണല്ലോ വിചാരിച്ച് വിഷമിച്ചിരുന്ന സമയത്ത് റിയാസ് ഖാൻ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഫോണിൽ കൂടെയാണ് അടിച്ചു കയറി വരാൻ ശ്രമിച്ചത്. എന്നിട്ട് ഇതെല്ലാരും ഉണ്ടെന്നടേ, ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഇത് കാണും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പറയാം, എനിക്കും ഈ പറയുന്നത് പോലെ നമുക്ക് ആരോടെങ്കിലൊക്കെ ഫ്ലർട്ടിങ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ആ താല്പര്യം ഉള്ളവരോടായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്. കാര്യം ഒരാള് നമുക്കറിയാലോ, ഒരു ടോക്ക് നടത്തുന്ന സമയത്ത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരോട് അത് പിന്നെയും അതിനേണ്ടി പോയിട്ട് കാര്യമില്ല. ഇതേ ടോക്കും ഇതേ വൈബും ഉള്ള ആളുകളുണ്ടല്ലോ, അവരോട് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ടോക്ക് നടത്താം. ഏത് ടോക്കാണെങ്കിലും, അത് ഈ പറയുന്നോട്ട് പ്രേമമാണെങ്കിലും കാമമാണെങ്കിലും അല്ലെങ്കിൽ പ്രണയമാണെങ്കിലും എല്ലാം അത് ഇഷ്ടമുള്ള ആളുകളോട് അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ നമ്മുടെ നാട്ടിൽ മലയാളികൾ മാത്രം എടുക്കുകയെങ്കിൽ 3 കോടി ജനങ്ങൾ മേളിലില്ലേ. ഈ പറയുന്ന ആളുകൾക്കെല്ലാം കാമമൂത്ത് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും കിട്ടും. ഒന്നാമത് സെലിബ്രിറ്റീസും കൂടാണ്. നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ച് നടക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്തിന് ഈ പറയുന്ന ആളുകളെ തന്നെ ടാർഗറ്റ് ചെയ്ത്, ഈ പെൺകുട്ടിയൊക്കെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെല്ലുന്നു? നാണക്കേടായില്ല. ഇപ്പൊ മലയാള സിനിമ കാണാൻ തന്നെ എനിക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ആരൊക്കെയാണ് ഇതിനകത്ത് പ്രമുഖരിൽ പെടുന്നത്? ഒരു കഴിഞ്ഞ ദിവസം വേറെ സ്ത്രീ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്കും ഇതുപോലെ അനുഭവം. മൂത്രം ഒഴിക്കാൻ പോയിട്ട് വന്നപ്പോൾ കൈ കയറി പിടിച്ചെന്ന്. എന്തുകൂടെ കൈയെങ്കിലും കഴുകാനെന്ന് അനുവദിക്കണമായിരുന്നു. മൂത്രം ഒഴിച്ചിട്ട് വന്ന ഉടനെ കയറി കൈ പിടിച്ച്. അത് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള നടനാണ്. സോഷ്യലി ഈ പറയുന്നത് സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യുന്നൊരു നടനാണ്. ആ നടന്റെ പേര് കമന്റിൽ വന്നതെന്ന് പറഞ്ഞാൽ ഭാരതവുമായിട്ട് പിടിയുള്ള ഒരു നടനാണ്. അപ്പോൾ അതാരാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആരോപണങ്ങൾ എന്ത് വലിയ രൂക്ഷമാണ്. അപ്പൊ ഈ പേരുകൾ പുറത്തു വിടാത്തടത്തോളം കാര്യം ഇത് വളരെ വലിയ ഒരു കഷ്ടമാണ്. എന്തൊക്കെയാണെങ്കിലും ദിലീപിനെ ഒരുപാട് പേര് പല രീതിയിൽ പലയിടത്ത് നിന്നും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നശിപ്പിച്ചിരുന്നിടത്ത് ദിലീപ് കാരണമാണ് ഇപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും ഇതൊക്കെ പുറത്തു വരാനും കാരണമായത്. ദിലീപിന്റെ ഒക്കെ പ്രാക്ക് ഇതിനകത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും അടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും തുടങ്ങി വെച്ചു കൊടുത്തു, ബാക്കി മൊത്തം എണ്ണം പുറത്തു വരുന്നു. അന്ന് ദിലീപിനെ എല്ലാവരും ക്രൂശിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ദിലീപ് കുറ്റക്കാരനാണോ എന്ന് അന്നും ഇന്നും തെളിഞ്ഞിട്ടില്ല. ഇവരാരും കുറ്റക്കാരാണോ തെളിഞ്ഞിട്ടില്ല. പക്ഷെ ആരോപണമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ഇവിടെ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നവർക്ക് പോയി കളി മേടിക്കായിരുന്നു. വെറുതെ ഈ താല്പര്യമില്ലാത്തവർക്ക് കളി മേടിക്കാൻ ചെല്ലുന്നതുകൊണ്ടാണ് ഇപ്പോഴും മലയാള സിനിമയിൽ ഭയങ്കര പ്രമുഖരൊക്കെ ഉണ്ട്. അവർ കളിവീരന്മാരുമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് താല്പര്യമുള്ളവരുടെ അടുത്ത് മാത്രമേ കളിക്കാൻ ചെല്ലത്തുള്ളൂ. ഇത് വലിയ മോശമായി പോയി. മലയാള സിനിമ പോലും കാണാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഇവന്മാരൊക്കെ മുഖം കാണണമല്ലോ. എങ്ങനെ ഒരു ആള് വിശ്വസിച്ച് ഈ സിനിമയിലേക്ക് പോകും? കഷ്ടം. Smells off, signing out.